എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മഞ്ഞ ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജിലേബി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ജിലേബിയാണ്. അതുപോലെ ഇതിനകത്ത് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജിലേബി മൈദയാണ്. പക്ഷേ ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നന്നായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ടുള്ള ജിലേബി കിട്ടില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിലേബിക്ക് ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിനും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളർ നമ്മുടെ ജിലേബിക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ജിലേബിയുടെ ആ ഒരു മാവെന്ന് പറയുന്നത് ഒരുപാട് ലൂസും ആവരുത്, അതുപോലെ ഒരുപാട് തിക്കും ആവരുത്. എന്നാൽ മാത്രമേ ജിലേബി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കുറച്ച് ഒഴുകുന്ന രീതിയിലായിരിക്കണം. എന്നാൽ ഒരുപാടങ്ങ് വെള്ളം പോലെ മാറിക്കരുത്. ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മതി. നമ്മളിത് അത്യാവശ്യം ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഒരു ജിലേബിയാണ്. അതുകൊണ്ട് ഒരുപാട് നേരം വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് 1 മണിക്കൂറൊക്കെ നമുക്കിതൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ജിലേബി തയ്യാറാക്കുന്നതിന് മുന്നേ മാത്രം അതിൻ്റെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ ഒരു ഉണ്ടാക്കാനാവുന്ന ആ ഒരു സമയത്ത് മാത്രം ഷുഗർ സിറപ്പ് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അതേ അളവിൽ തന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 കപ്പിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊരു ഒറ്റനൂൽ പരുവം വരെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായ ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഷുഗർ സിറപ്പിന്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഒട്ടുമ്പോൾ ഇങ്ങനെ ആ ഒരു ഒറ്റനൂൽ പരുവം നമ്മുടെ ഷുഗർ സിറപ്പ് ആ ഒരു രീതിയിലാണ് ഷുഗർ സിറപ്പ് എടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2-3 തുള്ളി ചെറുനാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചെറു ചൂട് വേണം നമുക്ക് ഷുഗർ സിറപ്പിന് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ച ഉടനെ തന്നെ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം എന്ന് പറയുന്നത്. അതൊരു നുള്ള് ചേർത്താൽ മതി കേട്ടോ. എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിലേബി ചെറുതായിട്ടൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത്ര നന്നായിട്ട് കിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ജിലേബി വറുത്തെടുക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്താൽ മതി. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ജിലേബിയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കവറിലാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുപ്പിയിൽ വേണമെങ്കിൽ സോസ് പോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വറുത്തെടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അതുപോലെ ഒരുപാട് ലോ വെക്കണമെന്നില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന വരെ വറുത്തെടുക്കുക. എന്നിട്ടിത് നേരെ നമ്മൾ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 30 സെക്കൻഡ് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം വറുത്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിനകത്ത് ഫുഡ് കളറൊന്നും അല്ലല്ലോ ചേർത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടിയല്ലേ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറായി പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറ് സൂക്ഷിച്ച് എടുക്കുക കേട്ടോ. കളർ മാറിപ്പോവാതെ എടുക്കുക. അതുപോലെ നല്ല ക്രിസ്പി ആവുന്നവരെയും വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഒരുപാട് എണ്ണ വേണമെന്നൊന്നുമില്ല. നമ്മളിതുപോലെ പരന്ന പാത്രത്തിൽ ഒഴിച്ചാലും ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി.
പിന്നെ വറുത്തെടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഷുഗർ സിറപ്പിൽ ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഉടനെ തന്നെ അതിൽ നിന്ന് ആ എക്സ്ട്രാ വരുന്ന ഷുഗർ സിറപ്പൊക്കെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കുക. ഒരുപാട് നേരം നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് ഒക്കെ പോയിട്ട് തണുത്ത് പോകും നമ്മുടെ ജിലേബി. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഷുഗർ സിറപ്പ് അടുത്ത് തന്നെ വെച്ച് പെട്ടെന്ന് വറുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറുതായിട്ട് ആ ഒരു കളർ മാറിയേക്കുന്ന കണ്ടോ, ബ്രൗൺ കളറായി പോവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയാണ്. നമുക്കിതുപോലെ ഒടിക്കാൻ പറ്റുന്ന അത്രയും ക്രിസ്പിയാണ്. അതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല ടേസ്റ്റുമാണ്. ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജിലേബിയാണ്. എൻ്റെ ഇവിടെ ഷേപ്പൊന്നും അത്ര നന്നായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ ഗോപിക അഭിലാഷ് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഗോപികയ്ക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കുറച്ച് റെസിപ്പീസൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഓരോന്നായിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്